അടുത്തതായിട്ട് മെക്കാനിക്കൽ മോഡലും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുമാണ്. എന്താ പറയുന്നത്, മോഡലും ഫിനോമിനനും സെയിം സ്കെയിലിലാണെങ്കിൽ അതിനെ സെയിം സ്കെയിലിലാണെങ്കിൽ അതിനെ മെക്കാനിക്കൽ മോഡൽ എന്നും, മോഡലും ഫിനോമിനനും സെയിം സ്കെയിലിൽ അല്ലെങ്കിൽ അതിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ എന്നുമാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, സംഭവം എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് മാരേജിൻ്റെ ലോസ് മെക്കാനിക്കൽ ആണെങ്കിൽ റൂൾസും നോംസും ഈക്വൽ ആണ്, അതാണ് അവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ആണെങ്കിൽ റൂൾസും നോംസും നോട്ട് ഈക്വൽ ആണ്, അതാണ് അവിടുത്തെ റിയാലിറ്റി. അതെങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്ക് നോക്കാം. അതായത് ആളുകൾ എന്ത് സംസാരിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു എന്നത് തമ്മിലുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ് ആണ് ഇദ്ദേഹം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് when there is no difference between marriage rules and the social groupings, the two are placed on the same scale. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എൻഡോഗമി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിലുള്ള മാരേജിൻ്റെ റൂളുകളും അതുപോലെ തന്നെ അവിടുത്തെ സോഷ്യൽ റൂളുകളും എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ ആണ് അല്ലേ. അതേസമയം മാരേജിൻ്റെ റൂള് ഒന്നും എന്നാൽ കൂടി നിൽക്കുന്ന ആൾക്കാർ മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരുമാണെങ്കിൽ, രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു, മാരേജിൻ്റെ റൂളും സോഷ്യൽ റൂളും വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഫിനോമിനയുടെ റൂള് വ്യത്യാസമായിരിക്കുകയും അതേസമയം മാരേജിൻ്റെ റൂള് സെയിം ആയിരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ഇതല്ലേ, സ്കെയിലല്ലേ. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ വെച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ലെവി സ്ട്രോസിൻ്റെ മൂന്നാമത്തെ ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു മെത്തഡോളജി ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള, ഇപ്പോൾ ഇദ്ദേഹം മുണ്ടാസിനെ പറ്റിയിട്ടും നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റൂവിലുള്ള അതും ജാർഖണ്ഡിലൊക്കെ ഉള്ള മുണ്ടാസിനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം പഠിക്കുന്നുണ്ട്. ഒക്കെ ഈ ഒരു സെയിം മെത്തഡോളജീസൊക്കെയാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. വൈഡ് റേഞ്ച് ഓഫ് പീപ്പിൾസിനെ പറ്റിയിട്ട് നമ്മുടെ ലെവി സ്ട്രോസ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ ഡിഫറൻസസിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട്. ആ ഒരു സ്കെയിലിങ്ങും ഒക്കെ ഒരു പിക്ചറൈസ്ഡ് ആയിട്ടുള്ള സ്കെയിലിങ്ങിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല ആക്ച്വലി. അപ്പോൾ എല്ലാം ഒന്ന് തൊട്ട് തലോടി പോകുന്ന ടൈപ്പിലാണ് സിലബസ് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ഡിസ്കഷനിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെവി സ്ട്രോസിനെ പറ്റിയിട്ട് തന്നെ ഒരു വലിയ സെഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമില്ല. സോ ലെറ്റ് us confine it now. ഓക്കെ, സോ അടുത്ത ആളെന്ന് പറയുന്നത് എഡ്മണ്ട് ലീച്ച് ആണ്. ഹീ ഈസ് ഓൾസോ